വെൽക്കം ടു ദി ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് BMH ഡോക്ടർ ചാറ്റ്. തിരക്കേറിയ ജീവിതത്തിൽ നാം പലപ്പോഴും ഒഴിവാക്കുന്ന ഒന്നാണ് ആരോഗ്യം. അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ കൂടുതലായി കാണുന്നതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണെന്നും അവയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഇന്ന് നമുക്ക് പറഞ്ഞു തരാനായി നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ദിവ്യ രാജമണ്ണാർ, കൺസൾട്ടൻറ്റ് ഫാമിലി മെഡിസിൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ. വെൽക്കം മാം. താങ്ക് യു മാം. നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ? ഏതൊക്കെയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിനചര്യയിലുള്ള വ്യത്യാസങ്ങൾ മൂലം നമുക്ക് വരുന്ന രോഗങ്ങളാണ്. പ്രധാനമായും ഇതിൽ വരുന്നത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതമായ നമ്മുടെ രക്തത്തിൽ കാണുന്ന കൊളസ്ട്രോൾ, അമിതവണ്ണം, ഹൃദ്രോഗങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ. ഇത് വരുന്നത് നമുക്കറിയാവുന്നതുപോലെ പണ്ടൊക്കെ ഇത് പ്രായമായവരിലായിരുന്നു. 50-60 വയസ്സിന് ശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കൂടുതലായും ഇത് ചെറുപ്പക്കാരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. മാം, എന്തുകൊണ്ടാണ് ശരിക്കും ഈ ജീവിതശൈലി രോഗങ്ങൾ ചെറുപ്പക്കാരിൽ പ്രമേഹം അല്ലെങ്കിൽ BP വേരിയേഷൻസ് കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്? പ്രധാനമായും നമ്മുടെ ഇപ്പോൾ വന്ന ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. ഒന്ന്, നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന വ്യത്യാസം. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ പൊതുവായി നമ്മൾ ഹോട്ടൽ ഫുഡിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വ്യായാമത്തിൽ വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ നടന്ന് പോയിക്കൊള്ളുന്ന ദൂരങ്ങൾ ഇപ്പോൾ നമ്മൾ അതിനെ വാഹനത്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതൊക്കെയാണ് പ്രധാനമായുള്ള കാരണങ്ങൾ. ഇത് കൂടാതെ സ്ട്രെസ്സ് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. സ്ട്രെസ്സ് നമ്മൾ വിചാരിക്കും മാനസികാരോഗ്യത്തിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്ന്. പക്ഷെ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്. ഉറക്കക്കുറവ് മൂലം ചില സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോൾ എന്ന ഹോർമോണൊക്കെ നമ്മുടെ ശരീരത്തിൽ അധികമായി റിലീസ് ചെയ്യുന്നത് മൂലം പ്രമേഹം നമുക്ക് വരാനുള്ളതും രക്തസമ്മർദ്ദം നമുക്ക് കൂടാനും ഉള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. മാം, ഇപ്പം ഈ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ അനിയന്ത്രിതമായി ഭക്ഷണം കഴിക്കുക എന്ന് പറയുമല്ലോ, അതുപോലെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അത് ഇതിനെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ആഹാരത്തിന് നമ്മൾ രുചിയെ തേടിയാണ് നമ്മൾ പോകുന്നത്. രുചിക്ക് വേണ്ടി ഇപ്പം പലതരം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുവാണെങ്കിലും ഓരോ ഫുഡ് റീൽസ് കാണുകയും നമുക്ക് ഭക്ഷണം ടേസ്റ്റിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അത് കുറച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ള ആഹാരം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമിതമായ അതിനകത്ത് മൈദയും ഉപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഈ ഹോട്ടൽ ഫുഡുകളിൽ പ്രധാനമായും ഉള്ളത്. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് പ്രധാനമായും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന, നമ്മൾ തന്നെ കുക്ക് ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കും ഏറ്റവും നല്ലത്. അതുകൂടാതെ പച്ചക്കറികൾ ഇപ്പോൾ വളരെയധികം കുറവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതലായും നമ്മൾ പച്ചക്കറികൾ, ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നതാണ്, 1/2 പ്ലേറ്റെങ്കിലും നമ്മൾ കഴിക്കുന്നതിൽ പച്ചക്കറികൾ, ഇലക്കറികൾ ഉൾപ്പെടുത്തുക. ധാന്യം ഏറ്റവും അന്നജമാണ് ഈ ധാന്യം എന്ന് പറയുന്നത്. അത് ഏറ്റവും കുറച്ച് ഉപയോഗിച്ചിട്ട് കൂടുതലും പച്ചക്കറിയും ഇലക്കറികളും ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീനും നമ്മുടെ ശരീരത്തിൽ ചെല്ലണം. പിന്നെ നമ്മൾ ഇത് ഒരു കാരണമാണ് ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അനിയന്ത്രിതമായ ഭക്ഷണത്തിൻ്റെത്. കൂടാതെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെ ഉള്ള കാരണങ്ങളും ഈ ഭക്ഷണത്തിൽ നിന്ന്, നമ്മൾ ഈ അമിതമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് അമിതമായ വണ്ണം വയ്ക്കുന്നു. അതുമൂലം നമ്മുടെ ഇൻസുലിൻ ശരീരത്തിലുള്ളത് പ്രവർത്തിക്കാതെ വരികയും ചെയ്യുന്നു. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതൊരു കാരണമാണ് ഇപ്പോൾ കൂടുതൽ ഈ ടൈപ്പ് 2 പ്രമേഹം കാണുന്നതിനൊരു റീസണാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഹൃദ്രോഗങ്ങൾക്കും ഇത് എണ്ണ വറുത്ത സാധനങ്ങൾ, എണ്ണക്കടികൾ, വറപൊരികൾ, പാക്കറ്റ് ഫുഡ്, ഇതെല്ലാം നമ്മുടെ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നതും അതുമൂലം നമുക്ക് ബ്ലോക്കുകൾ വരാനും പക്ഷാഘാതം, ഹൃദയാഘാതം ഒക്കെ കൂടാനുള്ള സാധ്യതകളും ഇത് വർദ്ധിപ്പിക്കുന്നു. ഇപ്പം ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലിരിക്കുമ്പം ആൾക്കാർ പറയും അത് കഴിച്ചാലും കുഴപ്പമില്ല, നമ്മൾ എക്സസൈസ് ചെയ്ത് അത് ബേൺ ചെയ്ത് കളഞ്ഞാൽ മതി എന്ന് പറയും. അപ്പം അതിന് മാമിന് എന്താ പറയാനുള്ളത്? ഫാസ്റ്റ് ഫുഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അതുപോലെ ഉപ്പും അധികമായി വരുന്നുണ്ട് ഈ ഭക്ഷണത്തിൽ. കൂടാതെ മൈദ, മധുരം, ഇതെല്ലാം എണ്ണ. പിന്നെ ഇവർ കടയിൽ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റീയൂസ് ചെയ്യുന്ന എണ്ണയാണ് പതിവായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം മൂലം നമ്മൾ എക്സസൈസ് ചെയ്താലും അത് നമുക്ക് കുറയ്ക്കാൻ പറ്റാതെ പിന്നെ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സും രാസവസ്തുക്കളും എല്ലാം ഈ ഭക്ഷണത്തിൽ അവർ ആഡ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന നമ്മളെ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. നമ്മൾ എക്സസൈസിനും ഒരു പരിധിയുണ്ട്. ഇതെല്ലാം ജീവിതശൈലി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, എക്സസൈസ്, നല്ലൊരു ഉറക്കം, ഇതെല്ലാം അതിൽ ഉൾപ്പെടും. നമ്മൾ പുറത്തുനിന്ന് കഴിവതും ഭക്ഷണം ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഈ പണ്ടത്തെ ആൾക്കാർ ഭക്ഷണം കഴിച്ച് അവരുടെ എന്താ പറയുന്നത് വർക്ക് എന്ന് തന്നെ പറയുന്നത് അവരുടെ ഒരു എക്സസൈസ് തന്നെയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്ന് പണിയെടുക്കുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ് പോകുന്നത്. അപ്പം എക്സസൈസ് ഡെയിലി ചെയ്യേണ്ടതായിട്ടുള്ള എക്സസൈസുകളുണ്ടോ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ ഉള്ള ആൾക്കാർക്ക്? തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എക്സസൈസ് ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടമ്മമാരാണേലും ഒത്തിരി ജോലി ഭാരം കൂടിയവർക്കാണേലും വീട്ടിൽ തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ 1 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. നമ്മുടെ സ്വന്തം ആരോഗ്യത്തിന് നമ്മൾ 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അതിൽ ലോകാരോഗ്യ സംഘടന പറയുന്നത് അരമണിക്കൂറെങ്കിലും നമ്മൾ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം. വ്യായാമം എന്ന് പറയുമ്പോൾ നടത്തം, നമ്മൾ കൈയും വീശി കുറച്ച് വേഗത്തിൽ നടക്കുന്നതാണ് ബ്രിസ്ക് വാക്കിംഗ്. അതാണ് ഏറ്റവും ഉത്തമം. അതുകൂടാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് മുറ്റത്തൂടെ നടക്കുക, സ്പീഡിൽ നടക്കുക, അതുപോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങുക, സ്കിപ്പിങ്, ഇതൊക്കെ ചെയ്യുക. പിന്നെ കൂടുതലായും ഓഫീസ് ജോലി ചെയ്യുന്നവർ കുറേ നേരം നമ്മൾ ഇരിപ്പാണ്. അതുമൂലവും നമുക്ക് ഈ അമിതവണ്ണവും എല്ലാം വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കരുത്. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു ചെറിയ വ്യായാമം നടക്കുകയോ ഒരു ബോഡി സ്ട്രെച്ച് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ മാം ആദ്യം പറഞ്ഞ പോലെ ഈ മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സ് കൊണ്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരു റീസൺ ആവുന്നെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം വർക്ക് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഡയറക്റ്റായിട്ട് ഈ BP പോലെയുള്ള കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക? സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പം അതാണ് നമ്മുടെ യുവതലമുറയിൽ ഏറ്റവും ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫാക്ടർ. സ്ട്രെസ്സ് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ബ്ലഡിൽ നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുകയും അത് റിലീസാവുന്നത് മൂലം ചില ഹോർമോൺസ്, കോർട്ടിസോൾ പോലെയുള്ള ഹോർമോൺസ് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ, പഞ്ചസാരയുടെ അളവ് അത് കൂട്ടുകയും ചെയ്യുന്നു. കൂടാതെ പ്രഷറും കൂട്ടാൻ ഈ കോർട്ടിസോളിനൊരു റോളുണ്ട്. ഇതൊക്കെയാണ് സ്ട്രെസ് മൂലം ഉറക്കവും നമ്മളെ ബാധിക്കുന്നുണ്ട്. ഉറക്കം കൃത്യമായി കിട്ടുന്നുമില്ല. നമ്മുടെ ശരീരത്തിന് റിപ്പയർ വർക്കെല്ലാം നടക്കുന്നത് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്താണ്. കൃത്യമായി 6 മുതൽ മിനിമം 6 മണിക്കൂറെങ്കിലും ഉറക്കം നമുക്ക് വേണം. 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറക്കം സ്ഥിരമായിട്ട് നമുക്ക് വേണം. ആ ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തുക. നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് റിലാക്സേഷൻ ടെക്നീക്സ് ഉണ്ട്. യോഗ പോലെയോ മെഡിറ്റേഷൻ പോലെയോ ചെയ്യാം. പിന്നെ വ്യായാമത്തിനും വലിയൊരു റോളുണ്ട് സ്ട്രെസ്സിന്. വ്യായാമം നമ്മുടെ ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യത്തിനും ഒരു റോളുണ്ട്. എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട് നമ്മൾ ഓരോ തവണ എക്സസൈസ് ചെയ്യുമ്പോൾ. ഈ ഹോർമോൺസിന് നമ്മുടെ മൂഡിലൊരു നല്ല റോളും ഉണ്ട്. നമ്മുടെ ഒന്ന് റിലാക്സ് ആവാനും, ഹാപ്പി ഹോർമോൺസ് എന്നാണ് എൻഡോർഫിൻസിനെ പറയുന്നത്. നമ്മളൊന്ന് റിലാക്സ് ആവാനും നമ്മുടെ ഉറക്കവും ശരിയാക്കാൻ ഇതിനൊരു റോളുണ്ട്. വ്യായാമം അതുകൊണ്ട് ഈ രോഗങ്ങൾ വരുന്ന തടയുന്നതിൽ വലിയൊരു റോള് തന്നെയാണ് വഹിക്കുന്നത്. മാം ഇപ്പോൾ പറഞ്ഞ പോലെ ഈ 6 hours എങ്കിലും മിനിമം ഉറക്കം കിട്ടണം എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് സ്ലീപ്പാണ്. അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഉറക്കം ബ്രേക്കായി എണീറ്റ് ചിലപ്പോൾ അവരൊന്ന് നടന്ന് പിന്നെ വന്ന് ഉറങ്ങുന്ന ഒരു ഇത് കേട്ടിട്ടുണ്ട്. അപ്പം ഈ 6 hours മിനിമം ഉറക്കം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സ്ലീപ്പാണോ മാം ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂസ് സ്ലീപ്പാണ്. നമുക്ക് അൺഇൻറ്ററപ്റ്റായിട്ട് റെസ്റ്റ്ഫുൾ സ്ലീപ്പാണ്. നമുക്കൊരു ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ക്ഷീണം മാറുന്ന ഒരു ഉറക്കമാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അത് റെസ്റ്റ്ഫുൾ സ്ലീപ്പ് അല്ല. മാം അതുപോലെ തന്നെ ഈ വർക്ക് സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കുക, അതുപോലെ തന്നെ ലിക്കർ അഡിക്റ്റ് ആവുക, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഈ അങ്ങനെ അഡിക്ഷനുള്ള ആൾക്കാർക്കും ഡയറക്റ്റ്ലി ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്കുള്ള ചാൻസസ് ഹൈ ആയിരിക്കുമോ? ഡെഫിനറ്റ്ലി. നമ്മൾ പുകവലി കൂടുന്തോറും നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പുകവലി നമ്മുടെ ശ്വാസകോശത്തിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നാണ്. പക്ഷേ പുകവലിക്ക് നമ്മുടെ രക്തധമനികളിൽ ഒരു ആക്ഷൻ ഉണ്ട്. നമ്മുടെ രക്തധമനികൾ ചെറിയ അതിൻ്റെ അകത്തൊരു ലൈനിങ് ഉണ്ട്. അതിനെ ഇത് ഡാമേജ് ചെയ്തിട്ട് പെട്ടെന്ന് കൊളസ്ട്രോൾ വന്ന് അടിയാനും പിന്നീട് ബ്ലോക്കുകൾ ഉണ്ടാക്കാനും ഇതുമൂലം ഹൃദയാഘാതം വരെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പുകവലി ചെയ്യുന്നവരിൽ. സാധാരണ ആൾക്കാരെക്കാട്ടിലും പുക വലിക്കുന്നവർക്ക് വളരെയധികം കൂടുതലാണ് ഹൃദയാഘാതം വരാനുള്ള സാധ്യത. കൂടാതെ മദ്യപാനം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കരളിനെ ബാധിക്കും. അതുപോലെ തന്നെ ചില ക്യാൻസറുകൾ, അന്നനാളത്തിൻ്റെ ക്യാൻസർ, പാൻക്രിയാസിൻ്റെ ക്യാൻസർ, ലിവറിൻ്റെ ക്യാൻസർ, ഇതിനെല്ലാം മദ്യപാനം ഒരു റോളുണ്ട്. ഇത് കൂടാതെ മദ്യപിക്കുന്നവർക്ക് ഈ മദ്യത്തിലുള്ള എംപ്റ്റി കാലറീസ് എന്ന് പറയും, അത് നമുക്ക് അമിതവണ്ണം വെക്കാനും ഇതുമൂലം നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ ശരീരത്തിൽ പ്രവർത്തിക്കാത്തൊരവസ്ഥയിലേക്ക് ഇത് നയിക്കുകയും പിന്നീട് പ്രമേഹം ഉണ്ടാവുകയും പിന്നെ രക്തസമ്മർദ്ദം എല്ലാം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്.
മാം, അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് ഇപ്പം ഇത് ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് കൺട്രോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉണ്ടായ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറാനുള്ള ചാൻസ് എങ്ങനെയായിരിക്കും? നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പം ഒരു 80% നമ്മുടെ കയ്യിലാണുള്ളത്. ബാക്കി 20% നമ്മുടെ പാരമ്പര്യ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ പറഞ്ഞ രോഗങ്ങളുണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വ്യായാമം കൃത്യമായി ചെയ്യാൻ, ഞാൻ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 30 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെയും കൃത്യമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെയും കൃത്യമായ ഉറക്കം ഉറപ്പ് വരുത്തുന്നതിലൂടെയും നമുക്കിത് തടയാൻ സാധിക്കും ഒരു പരിധി വരെ. ഇനി വന്നു കഴിഞ്ഞാൽ പോലും നമുക്കിത് വൈകിപ്പിക്കാൻ, നമുക്കൊരു 40 വയസ്സിന് വരുന്നതിന് പകരം നമുക്കൊരു 60-70 വയസ്സിലേക്ക് വരെ നമുക്കിത് വൈകിപ്പിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഈ ജീവിതശൈലി വരുന്ന വ്യത്യാസങ്ങളുടെ ഒരു ഗുണമെന്നത്. മാം, അപ്പം ഈ പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളവർ കുറച്ചും കൂടെ ഒന്ന് പ്രിക്വേഷൻ എടുത്തേക്കുക എന്നുള്ളതായിരിക്കും. അപ്പം അവർ എങ്ങനെയാണ് ഈ ഹെൽത്ത് ചെക്കപ്പിലുള്ള ഇമ്പോർട്ടൻസ് എന്താ? ഈ എന്താ പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ ഇപ്പം പാരമ്പര്യമായിട്ട് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്ക് ചിലപ്പം വർക്ക് സ്ട്രെസ്സ് കൂടുതലുള്ള ഒരാളായിരിക്കാം. അപ്പം ഈ അതിൽ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിനുള്ള റോൾ എന്താ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും നമ്മളൊരു അസുഖം വരുമ്പോഴാണ് ഒരു ആശുപത്രിയിൽ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് ഡോക്ടറെ പോയി കണ്ട് കൺസൾട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനെക്കാട്ടിലും നമ്മൾ ഒരു അസുഖം വരുന്നതിന് മുന്നേ അത് നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിച്ച് അത് വരാതെ തടയുന്നതാണ് ഈ ഹെൽത്ത് ചെക്കപ്പിൻ്റെ റോള്. നമ്മൾ 30 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിയും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രമേഹത്തിൽ പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. അതായത് ഷുഗർ അല്ല, ഷുഗർ വരാനുള്ള സാധ്യത കൂടുതൽ കാണിക്കുന്നു എന്നൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ ജീവിതശൈലി വരുന്ന വ്യത്യാസങ്ങൾ, അതായത് ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെയും നടപ്പിലൂടെയും കൃത്യമായ ഉറക്കം ഞാൻ പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്കിത് തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പ്രമേഹത്തിലേക്ക് പോവാതെ അത് തടയാൻ സാധിക്കും. അതാണ് ഒരു ഉദാഹരണം. നമ്മൾ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടുപിടിക്കുന്നതിലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ കറക്റ്റീവ് മെഷേഴ്സ് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പം നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതിന് ഒരു ഫ്രീക്വൻസി പറയുമല്ലോ. ഇപ്പം ഒന്നുമില്ല, ഇപ്പം 30 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിൽ ഒരിക്കൽ ചെയ്യണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഇൻഡിക്കേഷൻസ് കാണിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഓരോ ഹെൽത്ത് ചെക്കപ്പ് കഴിയുമ്പോഴും അടുത്ത് എന്ന് കൺസൾട്ട് ചെയ്യണം എന്നുള്ള ഫ്രീക്വൻസി പറഞ്ഞു കൊടുക്കുമായിരിക്കും. നമ്മളെ രോഗമുള്ളവർ, പ്രമേഹം, രക്തസമ്മർദ്ദം അങ്ങനെ രോഗങ്ങളുള്ളവർ നമ്മുടെ ഡോക്ടറുമായി കൃത്യമായ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഡോക്ടറിനെ കണ്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി ഉറപ്പുവരുത്തണം. നമ്മൾ കൺട്രോളിലാണ്, ഷുഗറും പ്രഷറും ഒക്കെ കൺട്രോളിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി രോഗങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ കുടുംബ പാരമ്പര്യമുണ്ട്, പക്ഷേ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ വീട്ടിൽ ഈ രോഗങ്ങൾ, പ്രമേഹം, ഹൃദ്രോഗം ഉള്ളവരാണെങ്കിൽ 25 വയസ്സിന് ശേഷമെങ്കിലും നമ്മൾ വർഷത്തിലൊരിക്കൽ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല, ആരോഗ്യമായിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ 30 വയസ്സിന് ശേഷം 1 വർഷമെങ്കിലും നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്താൽ മതിയാവും. ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് കണ്ടുപിടിച്ച ഉടനെ നമ്മൾ മെഡിസിൻ കൊടുക്കാതെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഇപ്പം ഫുഡിൽ അതുപോലെ തന്നെ എക്സസൈസിൽ അങ്ങനെ മോഡിഫിക്കേഷൻസ് കൊടുത്തിട്ടായിരിക്കുമല്ലോ നമ്മൾ നെക്സ്റ്റ് മെഡിസിനിലേക്ക് കിടക്കുക. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ്? നമ്മളിപ്പം പറയുകയാണ് നിങ്ങൾ ഇത് ഫോളോ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ജീവിതശൈലി രോഗങ്ങളിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണവും ജീവിതശൈലി തന്നെയാണ്. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ രോഗങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നതാണ്, 3-ാം സ്ഥാനത്തെ മരുന്നുകൾ വരുള്ളൂ. 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും നമ്മുടെ ഭക്ഷണവും നമ്മുടെ വ്യായാമവുമാണ് വരുന്നത്. അത് നമ്മൾ ഈ ഫസ്റ്റത്തെ രണ്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ മരുന്നിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കുകയോ ചില കേസസിലെ മരുന്ന് നമുക്ക് നിർത്താൻ വരെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വ്യായാമവും ഭക്ഷണവും ഉറക്കവും ഇതെല്ലാം ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ വീട്ടമ്മമാരും അതുപോലെ തന്നെ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? വീട്ടമ്മമാരിലേക്ക് വരുമ്പോൾ അവർ രാവിലെ മുതൽ രാത്രി വരെയാണ് വീട്ടിൽ നല്ല ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്കിനി വ്യായാമത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. തീർച്ചയായും വ്യായാമത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ വീട്ടിൽ എത്ര ജോലി ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ എയറോബിക് എക്സസൈസ്, അതായത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടണം, എന്നാലേ അത് ഗുണകരമാവത്തുള്ളൂ. ആ എക്സസൈസ് നമ്മൾ ഈ വീട്ടു
ജോലിയിൽ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടമ്മമാരാണേലും നമ്മൾ 30 മിനിറ്റെങ്കിലും ദിവസം എക്സസൈസിനായിട്ട് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആവണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ അമ്മമാരൊക്കെ അത് കഴിക്കുകയും അത് കാരണം അവർക്ക് വീണ്ടും അമിതഭാരം വെക്കാനുമുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഒഴിവാക്കുക. കൂടാതെ നമ്മൾ സ്വന്തം ആരോഗ്യം നോക്കാതെ ഒരു പ്രവണതയുണ്ട് അമ്മമാർക്ക്. ബാക്കി കുടുംബത്തിലെ എല്ലാവരുടെയും ആരോഗ്യം നോക്കും, നമ്മുടെ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാത്തൊരവസ്ഥയുണ്ട്. അത് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ആരോഗ്യമായിട്ടിരുന്നാലേ കുടുംബത്തിൻ്റെയും നമ്മൾ ഹെൽത്ത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അത് എന്തായാലും നമ്മളത് ശ്രദ്ധിക്കണം. ഓഫീസ് ജോബിലേക്ക് വരുമ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ഡെസ്കിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് എഴുന്നേറ്റ് കുറച്ചൊന്ന് പുറത്ത് നടന്നിട്ട് വരികയോ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയോ അങ്ങനത്തെ എക്സസൈസ് ചെയ്യണം. പിന്നെ സ്ട്രെസ്സ് ഞാനീ പറഞ്ഞ യോഗയോ മെഡിറ്റേഷനോ ചെയ്ത് സ്ട്രെസ്സ് വരാതെ നമ്മൾ ഒഴിവാക്കുക. ഉറക്കവും നമ്മളൊരു 6 മണിക്കൂർ മിനിമം എങ്കിലും ഉറപ്പ് വരുത്തണം. ഇപ്പം കുഞ്ഞു കുട്ടികളിൽ ഇപ്പം ചിക്കനൊക്കെ ഒത്തിരി കഴിക്കുന്ന കുട്ടികളിൽ ഒത്തിരി വണ്ണം വെക്കുന്ന അമിതവണ്ണം ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താ? അവർക്ക് ഇപ്പം വർക്ക് റിലേറ്റഡ് കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ ഈ അമിതവണ്ണം അവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താ? കുട്ടികളിൽ നമ്മളിപ്പോൾ ഏറ്റവും കാണുന്നതാണ് ചൈൽഡ്ഹുഡ് ഒബീസിറ്റി. അമിതവണ്ണമാണ് കുട്ടികളിൽ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ നല്ല അമിതവണ്ണം കാണുന്നുണ്ട്. ഇതിനുള്ള കാരണം നമ്മുടെ പുറമേയുള്ള ഭക്ഷണം കൂടുതൽ അച്ഛനമ്മമാരാണെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യാതെ പുറമേയുള്ള ബേക്കറി ഫുഡുകളെല്ലാം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പം നമ്മളത് ഒഴിവാക്കുക. ഫസ്റ്റ് നമ്മൾ മാതാപിതാക്കൾ റോൾ മോഡൽസ് ആവുക. നമ്മൾ പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. നമ്മൾ നല്ല ശീലങ്ങൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ മുതൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ദിവസവും വ്യായാമത്തിന് ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളും അവരുടെ കൂടെ ചെയ്യുക എക്സസൈസ്. അതുപോലെ പഠിത്തം പോലെ തന്നെ പ്രധാനമാണ് അവരുടെ ആരോഗ്യം. ദിവസവും ഒരു 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂറെങ്കിലും കുഞ്ഞുങ്ങളെ കളിക്കാൻ വിടണം. ഗ്രൗണ്ടിലോ എന്തെങ്കിലും സ്കിപ്പിങ്ങോ ബാഡ്മിൻ്റൺ എന്തെങ്കിലും ഒരു എക്സസൈസ് മസ്റ്റായിട്ടും കുഞ്ഞുങ്ങളെ കൊണ്ട് ദിവസവും ചെയ്യിപ്പിക്കണം. പിന്നെ മൊബൈൽ അഡിക്ഷൻ ഇപ്പോൾ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ക്രീൻ ടൈമും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒഴിവാക്കുക, മാക്സിമം പറ്റുന്നിടത്തോളം ഒഴിവാക്കുക. കൂടുതൽ നമ്മൾ ബുക്ക് വായനയിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മാം, ഈ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഹെൽത്ത് ട്രെൻഡ്സ് പോകുന്നത് കാണാം. എന്നുവെച്ചാൽ ചില മെഡിസിൻസ് ആയിട്ട് ചില ഗുളികകൾ വെള്ളത്തിലിട്ട് കഴിച്ചാൽ മതി ഫാറ്റ് കുറയാനായിട്ട്, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ടതുണ്ടോ? അതാണ് ഇപ്പോൾ ഏറ്റവും നമുക്കൊരു വന്നിരിക്കുന്ന പ്രശ്നമാണ് ഈ ഓൺലൈനുള്ള ഹെൽത്തിന് അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാർ. പൊതുവേ അവർ ഒരു മെഡിക്കൽ യോഗ്യത ഇല്ലാത്ത ആൾക്കാരായിരിക്കും നമുക്കൊരു ഈ പ്രമേഹത്തിനെ പറ്റിയോ രക്തസമ്മർദ്ദത്തിനെ പറ്റിയോ അഡ്വൈസ് കൊടുക്കുന്നത്. 5 ദിവസത്തിൽ വെളുത്തുള്ളി കഴിച്ചാൽ ഷുഗർ കുറയും, കൊളസ്ട്രോൾ കുറയും, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറിനോട് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ ഇതെല്ലാം നമ്മൾ സ്വീകരിക്കാവുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. ഓരോ പേഷ്യൻസിനും അവരുടേതായ വ്യത്യാസങ്ങൾ വരും ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോക്ടറിനെ കണ്ട് ഇത് കൃത്യമായിട്ട് ചോദിച്ച് നമ്മൾ കൃത്യമായ ബ്ലഡ് ടെസ്റ്റിലൂടെയും ഫോളോ അപ്പിലൂടെയും ഉറപ്പ് വരുത്തണം. കൂടാതെ നമ്മൾ ഈ ചില ഡയറ്റ് പ്ലാനൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഓൺലൈൻ മീഡിയയിൽ വരുന്നുണ്ട്. അതപ്പം ഒരാൾക്ക് പറ്റിയ ഡയറ്റ് ആയിരിക്കില്ല മറ്റേ ആൾക്ക്. ചില കരൾ രോഗങ്ങളുള്ളവരോ അതുപോലെ പ്രമേഹമുള്ളവർ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ നമ്മുടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അത് നല്ലതല്ല. അപ്പം നമ്മുടെ സ്വന്തം ഡോക്ടറെ അടുത്ത് ചോദിച്ച് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇതെല്ലാം ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്കാണ് അത് പോകുന്നത്. മാം, അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളൊരു ടിപ്സ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്താണ്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾക്ക് വേണ്ടി തന്നെ മാറ്റി വയ്ക്കുക. ഭക്ഷണം നമ്മൾ തന്നെ കൃത്യമായുള്ള ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഉറക്കം അത് ഉറപ്പ് വരുത്തണം. മിനിമം 6 മണിക്കൂറെങ്കിലും ഉറപ്പ് വരുത്തണം. അതുപോലെ കൃത്യമായ സമയങ്ങളിൽ ഡോക്ടറിനെ കണ്ട് കൃത്യമായ ഹെൽത്ത് ചെക്കപ്പുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്തിയാൽ നമുക്കിത് ഒഴിവാക്കാൻ സാധിക്കും. നമ്മളുടെ ആരോഗ്യം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെയൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതും നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ഡോക്ടർ ദിവ്യയ്ക്ക് നന്ദി. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി കാണുന്നവരേക്കും ദിസ് ഈസ് എൽഷ സൈനിങ് ഓഫ്. താങ്ക് യു.